ഫ്രണ്ട്സ് നമസ്കാരം. അക്വസെറ്റൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ സ്വന്തം അനുഭവം, ഞാനും എൻ്റെ സഹധർമ്മിണി ശ്രീലേഖയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തു. നീട്ടുന്നില്ല, ഇനി ഞങ്ങൾ പോയ കാഴ്ചകളും ഞങ്ങൾ കണ്ട കാഴ്ചകളിലേക്കും നമുക്ക് കിടക്കാം. ഓക്കെ. സമയം വൈകിട്ട് 4:45. ഗുണ്ടക്കൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ. യാത്ര കുഴപ്പമൊന്നുമില്ല, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. കാലത്ത് 4:10. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ബെല്ലാരി സ്റ്റേഷനിൽ എത്തി. സമയം 6:30 അടുക്കുന്നു. ഇത് കണ്ടോ, വവ്വാലുകൾ ചേക്കേറാനുള്ള തത്രപ്പാടിലാണ്. സമയം ഏതാണ്ട് 7:50. ഹൊസപ്പേട്ട ജംഗ്ഷനാണിത്. ട്രെയിൻ ബിഫോർ ടൈമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 4:40. ഇന്ന് ഒക്ടോബർ 2. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. അങ്ങനെ ഞങ്ങൾ മഡ്ഗാവ് സ്റ്റേഷനിലെത്തി. 4:15 ടൈം. ഒരു അരമണിക്കൂർ ലേറ്റാണ്. ഇനി ഇവിടുന്ന് തിവിം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് എത്തിയത്. അപ്പം തിരുവനന്തപുരത്തു നിന്ന് ലോകമാന്യ തിലകിലേക്ക് പോകുന്ന നേത്രാവതി 1-ൽ കിടപ്പുണ്ട്. അതും ലേറ്റായിട്ടാണ് വന്നത്. 4 മണിക്ക് എത്തേണ്ടതാണ്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെ എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് ഇത്. എല്ലാ പാസഞ്ചേഴ്സിനും, പക്ഷെ പെയ്ഡാണ്. ഇപ്പോൾ സമയം രാവിലെ 5:30. നേത്രാവതി പോയി കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ വന്ന തിരുനെൽവേലി ദാദർ, അതിൽ ഞങ്ങൾ കയറി തിവിമിലേക്കുള്ള യാത്രയാണ്. തിവിം എന്ന് പറയുന്ന സ്റ്റേഷനാണ്. മഡ്ഗാവിൽ നിന്ന് മുംബൈക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ ഇവിടെ നിന്നുള്ള യാത്ര. തിവിമിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് തിവിം റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. തിവിം സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുണ്ട് ആദ്യം കണ്ടത് ഇതാണ്, നീൽ സ്റ്റഡി മലയാളം ബോർഡ്. അപ്പോൾ ഗോവൻ ട്രിപ്പ് ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. കണ്ട മാപ്പൂസിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഇവിടെ. ഇത് ബസ് സ്റ്റോപ്പാണ്. അങ്ങനെ കൊച്ചു ബസ്സുകൾ. കാലക്സ് ഗ്രാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂം. വൈറ്റ് ഹൗസ്. ഇവിടെയാണ് നമുക്ക് റൂം തരപ്പെടുത്തിയിരിക്കുന്നത്. കണ്ട ഇവിടെ ഫോൺ നമ്പരും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓണർ മിസ്റ്റർ സജി കുര്യനാണ്. നമ്മൾ റൂം എടുത്തേക്കുന്നതിൻ്റെ പരിസരമാണിത്. ഇവിടുന്ന് 200 മീറ്ററേ ഉള്ളൂ ബാഗാ ബീച്ചിലേക്ക്. കോട്ടേജുകളാണ്. നമ്മുടെ വീടുകൾ പോലെയാണ്, അല്ലാതെ ഹോട്ടൽ പോലല്ല. ഒരിക്കൽ കൂടി ഇല്യാസ് വൈറ്റ് ഹൗസ്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സജി എന്ന് പറയുന്ന സജി കുര്യനാണ്. അദ്ദേഹത്തിൻ്റെയാണ്, മലയാളിയാണ്. ഇവിടെ 2 പേർക്ക് താമസിക്കാനായിട്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. 2 പേർക്കുള്ള റൂമാണിത്. എല്ലാ അത്യാവശ്യ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. ടി വി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി ഉണ്ട്.
അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗീസറും കാര്യങ്ങളും എല്ലാം ഉണ്ട് തൊട്ടടുത്ത് തന്നെ. നമുക്ക് റൂമിനകത്ത് ഒരു കുഞ്ഞൻ ഫ്രിഡ്ജിൻ്റെയൊക്കെ ദിവസമുണ്ട്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തണുപ്പിക്കണമെങ്കിൽ തണുപ്പിക്കാം. അപ്പോൾ ഗോവ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. ആരാണെന്ന് അദ്ദേഹം സ്വയം പറയും. അതെ, എൻ്റെ പേര് സജി കുര്യൻ എന്നാണ്. എൻ്റെ വീട് വയനാട്ടിലാണ്. ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് 16 വർഷമായിട്ട് താമസിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇപ്പം മെയിനായിട്ട് 90% മലയാളികളാണ് ഇവിടെ വരുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് വരുന്നത്. കാരണം ഇത്രയും വർഷത്തെ കോൺടാക്ട്സ് വെച്ചിട്ട് മലയാളികളാണ് കണ്ടമാനം വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ റൂം, വണ്ടി, ഫുഡ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെൻ്റേക്കാരും വാട്ടർ സ്പോർട്സും ടൂറിസ്റ്റിന് ആവശ്യമുള്ള എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ അറേഞ്ച് ആയിട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ. അതാണ് ഇപ്പം ഞങ്ങളുടെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഇത്രയും വർഷമായതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നതിൽ 99% ഇന്നിപ്പം മൊത്തം വന്നേക്കുന്ന മലയാളികളാണ്. നമ്മുടെ അടുത്ത് ഒരാൾ പോലും ഇല്ല. പിന്നെ എനിക്കുള്ള റൂംസിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റൂംസ് ഉണ്ട്, 2 BHK ഫ്ലാറ്റുകളുണ്ട്. അത് ഒരു മൂന്ന് ഫ്ലാറ്റുണ്ട്. അതിനകത്ത് കിച്ചണും സ്വിമ്മിംഗ് പൂളും പിന്നെ എല്ലാ യൂട്ടൻസിൽസ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപോകാനും പോകുന്നുണ്ട്. പക്ഷേ ഫാമിലികൾ വരുമ്പോൾ ഇവിടെ ഫുഡിന് ലേശം ബുദ്ധിമുട്ടാണ്. ഫുഡ് നമ്മൾ എല്ലായിടത്തെ പോലെ അല്ല, ഫുഡിന് ലേശം ടഫുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് നോർത്ത് ഗോവയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്ന ഈ ബാഗ എന്ന് പറയുന്ന ബീച്ചിന് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ ബാഗ എന്ന് പറയുന്നത് ഈ നോർത്ത് ഗോവയ്ക്കും സൗത്ത് ഗോവയ്ക്കും മധ്യത്തായിട്ടുള്ള വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഗോവയാണ്. നിങ്ങൾക്ക് അസ്യൂഷൻ നിങ്ങൾക്കറിയാം, ഇന്ന് ഗാന്ധി ജയന്തിയാണ്. അതിൻ്റേതായ ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ഈ സ്ഥലത്തുള്ള കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ഓക്കെ, ഇനി കാഴ്ചകളുമായിട്ട് നമുക്ക് പോകാം. എന്ത് പറയുന്നു? പോവാം. ഇങ്ങനെ നല്ല കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി ഉണ്ട്. ഫോട്ടോഗ്രാഫിക്ക് എന്ന് പറയുമ്പം ഒരു 2 ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു 100 രൂപ. അതുപോലെ തന്നെ ആ സൈഡിൽ ഇരിക്കാനുള്ള അംബ്രല്ലായും അതിന് 1 ഹവറിന് 100 രൂപ. എല്ലാം ബീച്ച് ടൂറിസമാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണം ഇവിടുന്നാണ്. ഫാറ്റ് ഫിഷ്, അതായത് ഇവിടുത്തെ പിന്നെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് എന്ന് കണ്ടതുകൊണ്ട് ആരും ഭയപ്പെടണ്ട. കാരണം ഇവിടെ എല്ലാം ഹോട്ടലുകളും അറ്റാച്ച്ഡാണ്. കണ്ടോ, ഇത് അടുത്ത 4 പോയിന്റിലേക്ക് പോകാനുള്ള അഗ്വാഡ ജയിൽ, അഗ്വാഡ ഫോർട്ട്, ഡോൾഫിൻ, പിന്നെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അങ്ങനെ 4 പോയിന്റിലേക്ക് പോകാനായിട്ട് ഒരാളിന് 350 ആണ് ചാർജ്. ഈ ബോട്ടിൽ പോയിട്ട് 45 മിനിറ്റ് ഡ്യൂറേഷനാണ് ഇതിൻ്റെ. നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞങ്ങൾ ഈ അഗ്വാഡ ജയിൽ, അഗ്വാഡ ഫോർട്ട്, ഡോൾഫിൻ ഷോ അത് കാണാനായിട്ട് ബോട്ടിൽ കയറിക്കാൻ ബോട്ട് വഴി നമ്മളെ കാണിച്ചിട്ട് കറക്കി കൊണ്ടുവരും. ഡോൾഫിൻ ഷോ, ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം. ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മില്ലിനിയർ പാലസ്, ഫോർട്ട്, അഗ്വാഡ ജയിൽ, പിന്നെ ഡോൾഫിൻ. ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ അതിൻ്റെ ഡ്രൈവർ പറഞ്ഞത് നമ്മൾ ബോട്ടിങ്ങിന് ശേഷം സീത വന്നത് നമ്മുടെ കലങ്കോട്ട് ബീച്ചിലേക്കാണ്. ഇത് ലേറ്റ് ദയാനന്ദ് ബി ഭണ്ടോർക്കർ
ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ, ഡാം ആൻഡ് വ്യൂ. ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ് അത്. സ്വീറ്റ് കട്ടാമിട്ട ആണോ? പുളിയുണ്ടോ? മധുരം പുളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ അത്, തോട്ടുപുളിയാണോ? ഈ കലങ്കോട്ട് ബീച്ച് അതിനോട് ചേർന്ന് തന്നെയാണ് ബാഗ ബീച്ചും. രണ്ടും അടുത്തടുത്തുള്ള ബീച്ചാണ്. ഇനിയിപ്പോൾ സമയം ഏതാണ്ട് 4:30 കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവുമെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് മേക്ക് ഓവർ ചെയ്യാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ ശരിക്കും പെട്ടെന്നൊരു മഴ പെയ്തു, ചാറ്റമഴ. എല്ലാവരും രാത്രി കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ അവിടുന്ന് അത്താഴം അവിടുന്ന് കഴിയും. പിന്നെ ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, 2-ാം തീയതി രാത്രിയിലത്തെ കാഴ്ചയാണ്. ഞങ്ങൾ താമസിക്കുന്ന ലിലാസ് വൈറ്റ് ഹൗസ്. തൊട്ടടുത്ത് തന്നെ വൈൻ ഷോപ്പുണ്ട്. ദ ടർട്ടിൽ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇന്ന് 2-ാം തീയതി ആണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ അല്ലേ? ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇരിക്കുകയാണ്. അതൊന്ന് കാണിക്കാം. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. ഒറ്റാൽ അതാണ്ട് ഇത് കണ്ടോ, ലൈറ്റിംഗ് ഉണ്ടോ ഇവിടുത്തെ? ഗോവയിലെ ഒരു സായാഹ്നമാണിത്. ഇത്രത്തോളം പഞ്ചാബി ഡാബയുടെ ഐറ്റം അല്ലേ? എന്താ ഇത്? ചിക്കൻ ടിക്കി. ചിക്കൻ ടിക്കി, പിന്നെന്തോ തന്തൂരി റൊട്ടി, സലാഡ് അല്ലേ? ഗോവയിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണിത്. അണ്ടിപ്പരിപ്പിൻ്റെ അല്ലേ? പല വെറൈറ്റി അണ്ടിപ്പരിപ്പുകളുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2-ാമത്തെ ദിവസം, ഒക്ടോബർ 3. ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടെ? സൗത്ത് ഗോവ അല്ലേ? ഇന്നലെ നോർത്ത് ഗോവയിലുള്ള സ്ഥലങ്ങളാണ് കണ്ടത്. സൗത്ത് ഗോവയിൽ കൂടുതലും എനിക്ക് തോന്നുന്നു അവിടെ ചർച്ചുകളാണ്. 1-2 ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ പനാജിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. മാർക്കറ്റാണ് തോന്നുന്നത്.